നടി ഐശ്വര്യയുടെ ഫ്ലാഷ് ബാക്ക്. ഐശ്വര്യ രാജേഷ്. ജോമോന്റെ സുവിശേഷങ്ങളിൽ ദുൽഖർ സൽമാന്റെയും സഖാവിൽ നിവിൻ പോളിയുടെയും നായികയായി തിളങ്ങിയ നടിയാണ് ഐശ്വര്യ രാജേഷ്. ഐശ്വര്യയ്ക്ക് ഇപ്പോൾ തമിഴിൽ തിരക്കേറുകയാണ്. തമിഴിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത് വിക്രം നായകനാകുന്ന ധ്രുവ നക്ഷത്രത്തിൽ വിക്രത്തിന്റെ നായികയായും വെട്രിമാരന്റെ വടചെന്നൈയിൽ ധനുഷിനൊപ്പവും അഭിനയിക്കുകയാണ് ഐശ്വര്യ രാജേഷ്. നായികയായി പ്രശസ്തയായ ഐശ്വര്യ സിനിമയിൽ വരുന്നതിനു മുൻപ് സഹിച്ച കഷ്ടപ്പാടുകൾ തുറന്നു പറയുകയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഐശ്വര്യ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ കുടുംബത്തെ സഹായിക്കുവാൻ ജോലികൾ ചെയ്തിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഐശ്വര്യ ആദ്യം ചെയ്ത ജോലി. എത്ര ആദ്യത്തെ ശമ്പളം 250 രൂപയായിരുന്നു എത്ര. പിന്നീട് ടൈസൽ പാർക്കിൽ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലഘുരേഖകൾ വിതരണം ചെയ്യുന്ന ജോലി ചെയ്തു. അതിന് 400 രൂപയായിരുന്നു പ്രതിഫലം എത്ര. തുടർന്ന് പിറന്നാൾ പാർട്ടികളിൽ അതിഥികളെ സ്വീകരിക്കുവാനും ഡാൻസ് ഷോകളിൽ അവതാരകയായും ജോലികൾ ചെയ്തു. അതുവഴി മാസം 4000 രൂപ വരെ സമ്പാദിച്ചു എത്രേ. കൂടുതൽ പണം സമ്പാദിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ചിലർ സീരിയൽ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ സീരിയലിൽ ചാൻസ് സംഘടിപ്പിച്ചു. സീരിയൽ അഭിനയത്തിന് പ്രതിഫലം 1000-ഉം 2000-ഉം വരെ ലഭിച്ചു. സീരിയലിൽ അഭിനയിക്കുന്ന മറ്റു പലരും 20,000 രൂപ വരെ പ്രതിഫലം വാങ്ങിക്കുമ്പോഴാണ് ഐശ്വര്യയ്ക്ക് 2000 കിട്ടിയിരുന്നത്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, സിനിമയിൽ നിന്നും സീരിയലിൽ എത്തിയവരാണ് അത്രയും പ്രതിഫലം വാങ്ങിക്കുന്നതെന്ന്. അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം ഐശ്വര്യയ്ക്കുണ്ടായത്. സിനിമയിൽ അവസരം കിട്ടിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. എല്ലാ ദിവസവും ഓരോ നിർമ്മാണ കമ്പനികളുടെ ഓഫീസിൽ പോകും. നിരവധി ഓഡിഷനുകളിൽ പങ്കെടുത്തു. പലരും വാഗ്ദാനം നൽകിയതല്ലാതെ അവസരം നൽകിയില്ല. പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടിത്തുടങ്ങി. കാക്കമുട്ടായി എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം കിട്ടിയെങ്കിലും അതു കഴിഞ്ഞ് 1 വർഷത്തിനു മേൽ തനിക്ക് അവസരമൊന്നും കിട്ടിയില്ല. വേഷങ്ങൾക്കായി ഐശ്വര്യ കാത്തിരുന്നു. അതിനെന്തായാലും ഫലമുണ്ടായി. കരിയറിൽ ഐശ്വര്യയ്ക്ക് ഐശ്വര്യമുണ്ടായി. ഐശ്വര്യ മനസ്സ് തുറന്നു. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.